അന്തോണി ചേട്ടൻ്റെ അന്നാമ്മ ചേച്ചി പറഞ്ഞു അതെ ചേട്ടോ കുറച്ച് തേങ്ങ വേണമെന്ന് പറഞ്ഞു. തേങ്ങ വേണമെന്ന് പറഞ്ഞ് തെങ്ങുംപറമ്പിൽ പോയിപ്പോൾ തെങ്ങുമ്പിൽ പശുവിനെ കെട്ടിയിട്ടായിരുന്നു. പശു നോക്കുമ്പോൾ അന്തോണി ചേട്ടൻ കയറെടുത്തില്ല കയറാൻ. അപ്പോൾ പശുവിൻ്റെ കയറടിച്ചിട്ട് കളപ്പിട്ട് കയറി തെങ്ങുമ്പിൽ കയറി നോക്കുമ്പോൾ ഒരു പട്ട, ഉണങ്ങിയ പട്ട അങ്ങോട്ട് വീണു പശുവിൻ്റെ മേത്തക്ക്. പശു വലിച്ചിട്ട് ഓട്ടം. അന്തോണി ചേട്ടൻ വലിച്ചിട്ട് പശു അന്തോണി ചേട്ടൻ്റെ വീട്ടിലെത്തി. അന്നാമ്മ ചേച്ചി എവിടെയാ മനുഷ്യ തേങ്ങ? അന്തോണി ചേട്ടൻ വടിയായി. അന്തോണി ചേട്ടനൊന്നും പറയാൻ കിട്ടുന്നില്ലേ? അന്തോണി ചേട്ടൻ വീണില്ലേ? തേങ്ങയില്ല. അന്നാമ്മ ചേച്ചി ദേഷ്യപ്പെട്ടു. അന്തോണി ചേട്ടാ തേങ്ങ എവിടെ? അപ്പൊ പശു പറഞ്ഞു ഞാൻ വലിച്ചു കൊണ്ടുവന്നു. അന്തോണി ചേട്ടൻ അത് കിടക്കണം, അതിന് മുണ്ട വേയിച്ചുകൊണ്ടാണ് അന്തോണി ചേട്ടൻ പറയാത്തത്. അന്തോണി ചേട്ടൻ എന്റെ കയറി വെച്ചിട്ടാണ് തെമ്പിൽ കയറിയത്. അപ്പോഴാണ് പട്ട വീണത്. അപ്പൊ പിന്നെ ഒരു അന്തം ഉണ്ടായില്ല. അങ്ങനെ അന്തോണി ചേട്ടന്റെ കഥ കഴിഞ്ഞു. അപ്പോഴേക്ക് ആൾക്കാർ വന്നു അന്തോണി ചേട്ടനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. അന്നത്തെ തേങ്ങ അരക്കലൊക്കെ അന്ന് തേങ്ങ അരച്ചില്ല, അന്തോണി ചേട്ടൻ പോയില്ലേ. അടുത്ത കഥ നമ്പൂരി ചേട്ടൻ ട്രെയിൻ പോയത്. ട്രെയിനില് നമ്പൂരി ചേട്ടൻ പാലക്കാട്ടേക്ക് കല്യാണത്തിന് പോയി സദ്യയൊക്കെ കഴിച്ചു. അത് വാങ്ങിക്കൊടുക്കുക. നമ്പൂരി ചേട്ടൻ കല്യാണത്തിന് പോയി, കല്യാണത്തിൻ്റെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഒന്ന് മുറുക്കിയിട്ട് ട്രെയിനിൽ കയറി. നമ്പൂരി ചേട്ടന് പോകേണ്ടത് തൃശ്ശൂർക്ക്, പാലക്കാട്ടിൽ നിന്ന് ട്രെയിനിൽ കയറി. അപ്പോൾ നന്നായിട്ടൊന്നാണ് മുറുക്കി ട്രെയിനിലങ്ങോട്ട് കയറി ഒന്നങ്ങോട്ട് ആ ഭാരതപ്പുഴയുടെ പാലം കിടക്കുമ്പോൾ ഒന്നങ്ങോട്ട് തുപ്പി. ബേക്കില് കുറെ പിള്ളേർ ഇരുന്നായിരുന്നു. അവരുടെ മുഖത്തേക്ക് അങ്ങോട്ടായി. അവര് തറുപുറു ഇവിടത്തെ അങ്ങോട്ട് അടിച്ചു. ഇവിടെ വന്നപ്പോ മുഖം ഇങ്ങനെ വീർത്തക്കണു. എന്താ അച്ഛാ മുഖത്ത് പറ്റിയേ? ഒന്നും പറയണ്ട മോളെ, ഞാന് ഒന്ന് മുറുക്കി കല്യാണത്തിന്റെ അവിടുന്ന്. ആ ഭാരതപ്പുഴ കിടക്കുമ്പോ ഒന്ന് തുപ്പി, അത്ര ഉണ്ടായുള്ളൂ. പിള്ളേര് ഇരുന്നു ബാക്കില്. അവര് മുഖത്തേക്കൊക്കെ മുറുക്കാൻ തുപ്പലായി. അവര് നീട്ട് വന്ന് ചറുപുറു വന്നിട്ട് അങ്ങനെ തല്ലി. ഒരു കാരണം ഉണ്ടായില്ല. അത്ര ഉണ്ടായുള്ളൂ. അപ്പൊ ഇത് കിട്ടിയത് പോരാ. മകള് പറയണേ, അപ്പൊ അത്ര ഇത് കിട്ടിയത് പോരാ, ഭാഗ്യം. തടി കിട്ടിയത് ഭാഗ്യം. കഴിഞ്ഞു. കല്യാണത്തിന് പോയ കഥ പറഞ്ഞല്ലേ, കാട്ടിലേക്കാ പോയിട്ടോ. അതെ, കുറുക്കന്മാരെ ഒക്കെ പിടിച്ചിട്ട് പുലി തിന്നെയാണ്. സിംഹം ഇങ്ങനെ തിന്നെ കുറുക്കന്മാരൊക്കെ അവസാനിച്ചറിയും. അപ്പൊ ഒരു ബുദ്ധിയുള്ള കുറുക്കൻ കാട്ടിലേക്ക് പോയിട്ട് രാജാവിന്റെ മകളെ ഒരു രാജാവ് ഇവിടെ ഈ കാട്ടിലുണ്ട്, ഭീകരൻ, അവനാരാ കാണിച്ചു പറഞ്ഞിട്ട് കുറുക്കൻ്റെ ഒപ്പം ചെന്നു. ഇങ്ങനെ കുണുങ്ങി ചെന്നു. അപ്പോൾ വലിയൊരു കിണറ്. ആ കിണറിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് നോക്കി. അത് നിറ വെള്ളം. അതിങ്ങനെ എത്തി, കണ്ടില്ലേ, അതാ രാജാവിന്റെ മകൻ ഒരു രാജാവ്. ആരടാ നീ? അപ്പൊ അവിടുന്ന് ഇങ്ങിടും, ആരടാ നീ ധിക്കാരി, എന്നോട് കളിക്കാറായിടാതെ കൊടുത്താണ്. അപ്പൊ ഇങ്ങിടും വേഗൊരൊറ്റ ചാട്ടം കിണറ്റിലേക്ക്. സിംഹം അങ്ങോട്ട് ചാടി. സിംഹം കാട്ടുന്നു, സിംഹം ചാവി. കാട് ശുദ്ധമായി. എല്ലാവർക്കും ഇറങ്ങി നടന്ന് ഭക്ഷണം കഴിക്കാറായി. ആ സിംഹം മരിച്ചു. ആ കിണറ്റിൽ പോയി. സിംഹ കിണറ്റിൽ ചാടിയപ്പോ എങ്ങനെ ഷൂ വെള്ളം പൊന്തിയത്? ബ്ലൂം. എങ്ങനെ വെള്ളം പൊന്തി? അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഒരു ആനയും കുറുക്കനും കൂടിയിട്ട് കരിമ്പന്തോട്ടത്തിലേക്ക് പോയി.
ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ കുറുക്കന് തിന്നാൻ കിട്ടണം കഷ്ടി കുറച്ചൊക്കെ ഞെണ്ടും തവളയൊക്കെ കിട്ടുന്നുള്ളൂ. ആന കരിമ്പൊക്കെ ചവിട്ടി ഒടിച്ച് വയറ് വീർക്കില്ല ആനയ്ക്ക്. കുറുക്കൻ്റെ വയറ് വീർക്കും ചെയ്തു. കുറുക്കൻ്റെ വയറ് വീർത്തപ്പോൾ കുറുക്കാട് ഓളിയിട്ടു. ഓ ഓ ഓ കുറുക്ക വയറ് തന്നെ ഓടിയിട്ടേ. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ആനേനെ തല്ലാൻ നോക്കി. ആനേനെ തല്ലാൻ നോക്കിയപ്പോൾ കുറുക്കൻ ഒരു ആനയുടെ പുറത്ത് കയറിയിട്ടാണ് ഈ പുഴയിട്ട് കിടക്കണത്. ആനയുടെ പുറത്ത് കയറി കുറുക്കൻ പുഴ കിടക്കാൻ. ആന നടുവിലായിട്ട് എത്തിയപ്പോൾ അങ്ങനെ കുടഞ്ഞു. കുറുക്കൻ പുഴയിലേക്കാ ചാടി. പുഴയിലേക്ക് ചാടി നീന്തണോ പൊങ്ങണു. അപ്പോൾ ഇവിടെ വന്നിട്ട് ചോദിച്ചു, എന്താ ആനത്തേട്ട അങ്ങനെ പണി ചെയ്തു? എനിക്ക് പുഴയുടെ നടുവിലെത്തി അങ്ങനെ കുടുങ്ങാൻ ഒരു പതിവുണ്ട്. കുറുക്കൻ പറഞ്ഞു വയറ് നിറഞ്ഞ എനിക്ക് ഓടിയുള്ള പതിവുണ്ടെന്ന്. അപ്പോൾ ആന പറഞ്ഞു, എനിക്ക് പുഴയുടെ നടുവിൽ കുടുങ്ങനെ ഒരു പതിവുണ്ട്, അങ്ങനെ കുടുങ്ങിയതാണ് പറഞ്ഞു. പിന്നെന്തൊരു കഥ കേട്ടോ. കുറുക്കൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കിടന്നു നേരിച്ചോറുണ്ണാൻ. പൂച്ച കൊണ്ടുപോയതാണേ. കുറുക്കനോട് പറഞ്ഞു, ഇവിടെ നല്ല തീറ്റയുണ്ട്, നമുക്ക് അമ്പലത്തിലേക്ക് പോവാ പറഞ്ഞു കേട്ടോ. ഇത് കേക്ക്. എന്നിട്ടേ പൂച്ച വയറ് ഓർത്തിട്ട് പൂച്ച മരുന്ന് കിടന്നു കേട്ടോ. കുറുക്കൻ വയറിനകത്ത് ചോറിനിട്ട് ഈ ഓവിക്കട കിടക്കാൻ പറ്റുന്നില്ല കുറുക്കന്. ഇത് കേക്ക്. അപ്പോൾ പൂച്ച പറഞ്ഞിട്ടോ, കുറുക്കൻ ചേട്ടൻ ഒരു പണി ചെയ്തോളൂ, ചത്ത നദിരയിൽ കിടന്നോളൂ. നമ്പൂരി വന്ന ചത്ത കാലത്ത് വലിച്ചിട്ട് എന്നിട്ട് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു പറഞ്ഞു. അപ്പോൾ നമ്പൂരി വന്ന് നോക്കുമ്പോൾ കുറുക്കൻ ചത്തു കൊടുക്കണം. അതിനങ്ങനെ വലിച്ച് കൊണ്ടുപോയിട്ട് ഒരു തകരക്കൂട്ടുണ്ടായിരുന്നു. ആ തകരയുടെ ഉള്ളിലാണ് കൊണ്ടുപോയിട്ടു. തകരയുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ടപ്പോൾ ഈ തകരയുടെതൊക്കെ മേത്ത് ഒട്ടിപ്പിടിച്ചപ്പോൾ കുറുക്കൻ പറഞ്ഞു, അയ്യോ ദേവി, എൻ്റെ മേത്തുനിന്ന് ഇതൊക്കെ ഒന്ന് പോയി, ഞാൻ കാട്ടിലത്തെ ആനയെ കൊണ്ടൊന്ന് തൊഴിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ വെയിൽ ചൂടായിപ്പോൾ ആ തകരയൊക്കെ വിട്ടു. കുറുക്കൻ കാട്ടിലേക്ക് പോയപ്പോൾ ആന ഇങ്ങനെ കിടന്നു ഇങ്ങനെ ഉറങ്ങണോ. അപ്പോൾ ആനയുടെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു, അതേ ആനച്ചേട്ടാ, ഇവിടെ അമ്പലത്തിൽ നല്ലൊരു തീറ്റയുണ്ട്, നേരിച്ചോറ് കാണുന്നുണ്ട്. അമ്പലത്തിലെ 3 വലത്തിട്ടിട്ട് ഇങ്ങനെ നോക്കിയാൽ നേരിച്ചോറ് ഇരിക്കണ കാണാം. അപ്പോൾ വയറ് നിർത്തി കഴിക്കാന്ന് പറഞ്ഞിട്ട് ആനയുടെ പുറത്ത് കയറിയിട്ട് ജിലും എന്നിട്ട് ആന അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന ആനേനെ കുറുക്കൻ കൊണ്ടുപോയിട്ട് 3 വലത്തിടാൻ പറഞ്ഞു. അമ്പലത്തിൽ പ്രദേശം വെച്ചു 3. ഒന്ന് താണു നോക്കിക്കോളാൻ പറഞ്ഞു. താണു നോക്കിയപ്പോൾ കുറുക്കൻ ചാടിയിട്ട് കുറുക്കൻ ആനയെ പറ്റിച്ച് ആനേനെ നാട്ടിലുള്ളവരൊക്കെ തല്ലിത്തോടും. ആന കാട്ടിലേക്ക് ഓടി.